വിദ്യാർത്ഥികൾക്ക് വിചിത്ര ഇന്റേൺഷിപ്പ് പരിപാടിയുമായി കോഴിക്കോട് NIT. പ്രാചീന ഭാരതീയ ഗ്രന്ഥങ്ങളിലെ കാലാവസ്ഥാ പ്രവചനവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും സംബന്ധിച്ചാണ് ഇന്റേൺഷിപ്പ്. 10,000 രൂപ സ്റ്റൈപ്പൻഡും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. VS രഞ്ജിത്ത് നമുക്കൊപ്പം. VS രഞ്ജിത്ത്, ഈ ഇന്റേൺഷിപ്പ് നിർബന്ധിത ഇന്റേൺഷിപ്പ് ആണോ? എന്താണ് ഇതേക്കുറിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? നിർബന്ധിത ഇന്റേൺഷിപ്പ് അല്ല, ഡിഗ്രി വിദ്യാർത്ഥികൾക്കും PG വിദ്യാർത്ഥികൾക്കും NIT-യും അതുപോലെ സാൻസ്ക്രിത് യൂണിവേഴ്സിറ്റിയും നാഷണൽ സാൻസ്ക്രിത് യൂണിവേഴ്സിറ്റിയും ചേർന്ന് കൊടുക്കുന്ന ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. യഥാർത്ഥത്തിൽ നമുക്കൊരു കൗതുകം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT എന്ന് പറയുന്നത് അത്യന്താധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ഇടമാണ്. അപ്പോൾ ആ NIT-യിൽ നിന്ന് ഒരു പുതിയ കോഴ്സല്ല, പുതിയൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അവർ ഓഫർ ചെയ്യുന്നത് പ്രാചീന ഭാരതത്തിലെ, അതായത് ഇന്ത്യയുടെ പ്രാചീനമായ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് കാലാവസ്ഥാ നിരീക്ഷണം നടത്തിയിരുന്നത്, അല്ലെങ്കിൽ ആ പ്രാചീന ഭാരതത്തെ നിലനിന്നിരുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. അതിൽ NIT-യിലെ പ്രൊഫസർമാർ കുട്ടികളെ സഹായിക്കും, NIT-യിലെ അധ്യാപകർ കുട്ടികളെ ആ ഇന്റേൺഷിപ്പിന് സഹായിക്കും. അങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് ഏകദേശം 10,000 രൂപ സ്റ്റൈപ്പൻഡ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഒരു പുതിയ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ AI ടെക്നോളജിയെക്കുറിച്ചോ അല്ലെങ്കിൽ അത്യന്താധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ചല്ല, അത് പഠിപ്പിക്കുന്നത് പ്രാചീന ഭാരതത്തിൽ നിലനിന്നിരുന്ന നിലനിന്നു എന്ന് പറയപ്പെടുന്ന പുസ്തകങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആര്യഭടനോ അങ്ങനെയൊക്കെ ആയിരിക്കാം. ആ പഴയ കാലഘട്ടത്തിലെ ശാസ്ത്രത്തെക്കുറിച്ചും പഴയ കാലഘട്ടത്തിലെ വെതർ ഫോർകാസ്റ്റിംഗ് സംവിധാനത്തെക്കുറിച്ചും പഴയ കാലഘട്ടത്തിലെ ദുരന്ത നിവാരണ മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ പഠിക്കാനുള്ളൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും NIT-യിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ളൊരു ഇന്റേൺഷിപ്പാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം അത്യന്താധുനികമായ സാങ്കേതിക വിദ്യയെക്കുറിച്ചോ പുതിയ രീതിയിൽ പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ മെത്തഡിനെ കുറിച്ചോ അല്ല, പഴയ ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു രീതി, അതിനെക്കുറിച്ച് പഠിക്കാനാണ് കുട്ടികൾക്ക് ഇന്റേൺഷിപ്പിനായി ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഓക്കെ, വിവരങ്ങൾ നൽകിയത് VS രഞ്ജിത്താണ്.